144 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാസംഗമം. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ പ്രതീക്ഷിക്കുന്നത് 40 കോടിയിലധികം ആളുകളെ. മേളയ്ക്കായി മഹാകുംഭനഗരം എന്ന പേരിൽ താൽക്കാലിക നഗരം ഒരുക്കിയിരിക്കുന്നത് 10,000 ഏക്കറിൽ. ചെലവ് പ്രതീക്ഷിക്കുന്നത് 7,000 കോടി. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മഹാകുംഭമേളയെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ പ്രയാഗ്രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ആഘോഷത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും പങ്കുചേരും. ത്രിവേണി സംഗമസ്ഥാനത്ത് ഈ സമയത്ത് തീർത്ഥസ്നാനം ചെയ്യുന്നവരോടൊപ്പം രൂപം മാറി ദേവന്മാരും പങ്കെടുക്കുമെന്നാണ് വിശ്വാസം. സാധാരണയായി നടക്കുന്ന കുംഭമേളകൾക്ക് പകരം 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയാണ് ഇത്തവണ നടക്കുന്നത്. കുംഭമേളയുടെ ഉത്ഭവത്തെപ്പറ്റി നിരവധി മിത്തുകൾ പ്രചാരത്തിലുണ്ട്. ഋഗ്വേദത്തിലും മറ്റു പുരാണങ്ങളിലുമൊക്കെ കുംഭമേളയെപ്പറ്റി പരാമർശിക്കുന്നുണ്ടെന്ന് മതപണ്ഡിതർ പറയുന്നുണ്ടെങ്കിലും കുംഭമേള കഷ്ടിച്ച് 2 നൂറ്റാണ്ട് മുമ്പ് മാത്രമാണ് തുടങ്ങിയതെന്ന് മറ്റു ചിലർ പറയുന്നു. എന്താണ് കുംഭമേള? അതിനെ ചുറ്റിപ്പറ്റിയ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. മനുഷ്യരാശിയുടെ വിവരിക്കാനാവാത്ത പൈതൃകമെന്നാണ് യുനെസ്കോ മഹാകുംഭമേളയെ വിശേഷിപ്പിച്ചത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, അതിനെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്ന മിത്തുകൾ, അത് മുന്നോട്ട് വയ്ക്കുന്ന ദാർശനികമായ സന്ദേശം, ഇവയെല്ലാം കൊണ്ട് തന്നെ കുംഭമേള വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരാഘോഷമാണ്. കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയത് ആദി ശങ്കരാചാര്യരാണ് എന്നാണ് പണ്ഡിതർ പറയുന്നത്. 4 തീർത്ഥസ്ഥലങ്ങളിൽ പീഠങ്ങൾ സ്ഥാപിക്കുകയും കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ആദി ശങ്കരാചാര്യർ ചെയ്തു. ഇതിനെ തുടർന്ന് കുംഭമേളകളിലെല്ലാം ശങ്കരാചാര്യ മഠത്തിൽ നിന്നുള്ള സന്യാസിമാർ പങ്കെടുത്തു പോരുന്നു. ഐതിഹ്യത്തിലേക്ക് പോകും മുമ്പ് വിവിധ കുംഭമേളകൾ ഏതൊക്കെയാണെന്നും അത് എവിടെയൊക്കെ വെച്ചാണ് നടക്കുന്നതെന്നും നമുക്ക് നോക്കാം. കുംഭമേളകൾ 4 സ്ഥലങ്ങളിലാണ് നടക്കാറുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ത്രിവേണി സംഗമസ്ഥാനമാണ് പ്രയാഗ്രാജ്. അതായത് ഗംഗ, യമുന, പുരാണങ്ങളിൽ പരാമർശിക്കുന്ന പുണ്യനദിയായ സരസ്വതി എന്നിവ സംഗമിക്കുന്നത് പ്രയാഗ്രാജിലാണ്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, മധ്യപ്രദേശിലെ ഉജ്ജയിൻ, അതുപോലെ മഹാരാഷ്ട്രയിലെ നാസിക്, ഇവയാണ് മറ്റു 3 സ്ഥലങ്ങൾ. നമ്മൾ പ്രയാഗ്രാജിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ 3 സ്ഥലങ്ങളും നദീതീരങ്ങളാണ്. ഹരിദ്വാറിൽ ഗംഗ, ഉജ്ജയിനിയിൽ ക്ഷിപ്ര, നാസിക്കിൽ ഗോദാവരി. 3 വർഷം കൂടുമ്പോൾ ഊഴമനുസരിച്ച് ഈ 4 സ്ഥലങ്ങളിലൊന്നിൽ കുംഭമേള നടക്കും. 6 വർഷത്തിലൊരിക്കലാണ് അർദ്ധ കുംഭമേള നടക്കുന്നത്. ഇതൊന്നെങ്കിൽ ഹരിദ്വാറിലോ അല്ലെങ്കിൽ പ്രയാഗ്രാജിലോ വെച്ചായിരിക്കും നടക്കുക. 12 വർഷത്തിലൊരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്ഥലങ്ങളിൽ ഒന്നിലായിരിക്കും പൂർണ്ണ കുംഭമേള നടക്കുക. 11 പൂർണ്ണ കുംഭമേള കഴിയുമ്പോൾ 12ാമത്തെ പൂർണ്ണ കുംഭമേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മഹാകുംഭമേള നടക്കുന്നത്. ഇത് പ്രയാഗ്രാജിലായിരിക്കും നടക്കുക. ഇത്തവണ നടക്കുന്നത് ഇത്തരത്തിൽ ഒരു മഹാകുംഭമേളയാണ്. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നടക്കുന്ന പുണ്യസ്നാനങ്ങളാണ് കുംഭമേളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയെക്കുറിച്ചും 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അർദ്ധ കുംഭമേളയെക്കുറിച്ചും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേളയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുംഭമേളയുടെ ഐതിഹ്യത്തിലേക്ക് പോകാം. കുംഭമേളയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. കുംഭം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ്. എക്കാലത്തും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം എന്ന ലക്ഷ്യത്തിനായി ഒന്നുചേർന്നു. അമരത്വം നേടാൻ അവരെ സഹായിക്കുന്ന അമൃതിനായി അവർ ഒരുമിച്ച് പാലാഴി മഥനം ചെയ്തു. പാലാഴി മഥനത്തിനിടയിൽ അവർക്ക് നിരവധി അമൂല്യ വസ്തുക്കൾ കിട്ടി. ഇതിനിടയിൽ നിരവധി പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അവർ അമൃതിനായി പാലാഴി മഥനം തുടർന്നു. ഒടുവിൽ അമൃതകുംഭവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു. അമൃത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അസുരന്മാരുടെ കൈകളിൽ എത്തരുതെന്ന് ദേവന്മാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് അമൃതകുംഭവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടയുടനെ ഇന്ദ്രന്റെ മകനായ ജയന്ത് അമൃത് ധന്വന്തരിയുടെ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ച് ഓടി. അങ്ങനെ ആ അമൃതകുംഭവുമായി 12 ദിവസമാണ് ജയന്ത് ഓടിയത്. ആ ഓട്ടത്തിനിടയിൽ അമൃതിൽ നിന്ന് ചെറിയൊരു ഭാഗം ഭൂമിയിലെ 4 സ്ഥലങ്ങളിലായി വീണു. ആ സ്ഥലങ്ങളാണ് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു വർഷമാണ്. അങ്ങനെ ജയന്ത് ഓടിയ 12 ദിവസം ഭൂമിയിൽ 12 വർഷമായി. അതിനാൽ തന്നെ അമൃത് വീണു എന്ന് കരുതപ്പെടുന്ന 4 പുണ്യസ്ഥലങ്ങളിൽ ഒന്നിൽ 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള നടക്കുന്നു. കുംഭമേളയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ വേറെയുമുണ്ട്. അമൃത് ലഭിച്ചപ്പോൾ ആ അമൃതിനായി ദേവന്മാരും അസുരന്മാരും 12 ദിവസം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിനിടയിൽ അമൃത കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ 4 സ്ഥലങ്ങളിൽ വീണു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം നടന്നത് 12 ദിവസമാണ്. അതിനാൽ തന്നെ പൂർണ്ണ കുംഭമേള 12 വർഷത്തിലൊരിക്കൽ ഈ പറയുന്ന 4 സ്ഥലങ്ങളിലൊന്നിൽ ആചരിക്കുന്നു. അമൃതൊഴുകിയ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ഈ കഥ കൊണ്ടും തീർന്നില്ല. അമൃതകുംഭത്തിനായുള്ള യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ തോൽപ്പിച്ചു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഗരുഡൻ അമൃതകുംഭം മഹാമേരു പർവ്വതത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു.
അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ 12 വർഷം കൂടുമ്പോഴും അമൃതിന്റെ ചെറിയൊരു ഭാഗം ഭൗമാന്തര ഭാഗത്തുകൂടി ഈ 4 നദികളിലും ഒഴുകിയെത്തുമെന്നാണ് വിശ്വാസം. ഇങ്ങനെയാണ് മറ്റൊരു കഥയുള്ളത്. നദികളിൽ മുങ്ങിക്കുളിച്ച് പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാനാണ് മിക്ക ആളുകളും കുംഭമേളയ്ക്ക് എത്തുന്നത്. ലോകമെമ്പാടുമുള്ള സന്യാസികൾ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാകുന്നു. കുംഭമേളയുടെ സമയത്ത് ഒരു കുംഭം നിറയെ നെയ്യോ മറ്റു വസ്തുക്കളോ ദാനമായി നൽകുന്നത് നല്ലതാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ എത്തുന്നതിനാൽ പ്രാദേശികമായി ഒരുപാട് ഗുണങ്ങൾ കുംഭമേളയ്ക്കുണ്ട്. കുംഭമേള പ്രാദേശിക ജനതയെ സാമ്പത്തികപരമായും ഒരുപാട് സഹായിക്കുന്നു. പണ്ട് കാലത്ത് വെനീഷ്യൻ നാണയങ്ങളും യൂറോപ്യൻ കളിപ്പാട്ടങ്ങളും വരെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നതായി രേഖകളുണ്ട്. വൈവിധ്യങ്ങളുടെ ആഘോഷമാണ് കുംഭമേള. കുംഭമേള നടക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടേക്കെത്തും. നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ. ഇതുകൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ, ഹിമാലയത്തിൽ ഏകാന്തവാസം നയിക്കുന്ന ഋഷിമാർ, കുംഭമേളയെപ്പറ്റി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ, ഗവേഷകർ, ഇങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ളവരാണ് കുംഭമേളയുടെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് കുംഭമേള എന്ന് നമുക്ക് നിസ്സംശയം പറയാം. 144 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇത്തവണ കുംഭമേള അല്പം ഡിജിറ്റലാണ്. ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷൻ, നിരവധി ക്യാമറകൾ, കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കേന്ദ്രങ്ങൾ, ഇതുകൂടാതെ ചാറ്റ് ബോട്ടുകൾ, ഇവയെല്ലാം ഇത്തവണത്തെ കുംഭമേളയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കുംഭ് സഹായക എന്നാണ് 10 ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്ന ചാറ്റ് ബോട്ടിന്റെ പേര്. ഒരേ സമയം 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഭരണകൂടം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 13 തുടങ്ങിയ മഹാകുംഭമേള ഫെബ്രുവരി 26 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇനി ഇതുപോലൊരു മഹാകുംഭമേള നടക്കുന്നത് 2169-ലാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.